പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ തൃശൂരിലെ സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പരാജയം തൃശൂരിലെ കോൺഗ്രസിനിടയിൽ വൻ പൊട്ടിത്തെറിക്ക് ഇടവച്ചേക്കും. തുടക്കം മുതലേ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തൃശൂരിൽ BJP കോഴിമുട്ട പോലെയാകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച TN പ്രതാപനെയാണ് സ്ഥാനാർത്ഥിയായി ആദ്യം ചൂണ്ടിക്കാട്ടിയിരുന്നത്. പ്രതാപന് വേണ്ടി ചുവരെഴുത്തു വരെ തുടങ്ങിയിരുന്നതാണ്. ഇതിനിടയിലാണ് കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയത്. ഇതോടെ തൃശൂരിലെ ചിത്രം മാറി. തൃശൂരിലെ സ്ഥാനാർത്ഥി TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് രംഗത്തിറക്കുകയായിരുന്നു. കോൺഗ്രസിന് ഏറെ വളക്കൂറുള്ള തൃശൂരിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തൃശൂരിൽ കോൺഗ്രസിലുള്ള അടിവലിയാണ് കെ മുരളീധരന്റെ തോൽവിക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിന്റെ വോട്ടുകൾ മുരളീധരന് അനുകൂലമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വിലയിരുത്താൻ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന കെ മുരളീധരന് വൻ തിരിച്ചടിയാകും. മുരളീധരന്റെ തോൽവി തൃശൂരിന്റെ DCC നേതൃത്വത്തിൽ വരെ പൊളിച്ചെഴുത്തുണ്ടാകാൻ വരെ സാധ്യതയുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ തന്നെ കെ മുരളീധരൻ പിന്നിലായിരുന്നത് ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ മുരളീധരന്റെ തോൽവി തൃശൂരിൽ ഏറെ ചർച്ചയായേക്കും. പത്മജ കാലുവാരിയ പോലെ തന്നെ കെ മുരളീധരനെയും തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ കാലുവാരി എന്ന് വേണം കരുതുവാൻ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ